നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകാതെ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഏകോപന ചുമതല മുൻ മന്ത്രിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ AP അനിൽകുമാറിന് നൽകി. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല അനിൽകുമാറിന് നൽകിയുള്ള ഉത്തരവ് പുറത്തിറങ്ങി. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് AP അനിൽകുമാറിന് ചുമതല നൽകാൻ തീരുമാനിച്ചത്. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളുടെ ചുമതലയും വൈകാതെ പ്രധാന നേതാക്കൾക്ക് നൽകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാകും മുതിർന്ന നേതാക്കൾ ചുമതല ഏറ്റെടുക്കുക. DCC അധ്യക്ഷൻ VS ജോയിയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഏപ്രിൽ ഒടുവിലോ മെയ്യിലോ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന കണക്കുകൂട്ടലുകൾക്കിടയിലാണ് മുന്നണി. M സ്വരാജനാണ് CPM നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും ബാക്കി നിൽക്കെയാണ് PV അൻവറിന്റെ രാജി ഉണ്ടായത്. 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടം അനുസരിച്ചാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 14 മാസം മാത്രം ബാക്കിയുള്ളതിനാൽ ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെക്കാനും സാധ്യതയുണ്ട് എന്ന് അന്ന് അൻവർ രാജിവെക്കുമ്പോൾ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് PV അൻവർ തന്നെ നിലപാടെടുക്കുകയും അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 3 മുന്നണികളും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ച മണ്ഡലത്തിൽ അന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 2021 LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. 4ൽ 3ലും ജയിച്ചത് UDF ആയിരുന്നു. അതാവട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റുകളും. LDF അവരുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയും നിലനിർത്തി. തൃക്കാക്കര, പുതുപ്പള്ളി, ഏറ്റവും ഒടുവിൽ പാലക്കാടും UDF-നൊപ്പം തന്നെ നിന്നു. എന്നാൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം LDF-നും UDF-നും ഒരുപോലെ നിർണായകമായിരിക്കും. പിണറായിസം അവസാനിപ്പിക്കാൻ UDF-ന്റെ പിന്തുണയോടെ അൻവറിന് മറുപടി കൊടുക്കാൻ LDF-ഉം തയ്യാറെടുക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം UDF-ന് അത്ര എളുപ്പമുള്ളതാകില്ലെന്ന് തന്നെയായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നത്. VS ജോയി സ്ഥാനാർത്ഥിയാവണം എന്ന ഉറച്ച നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നതയുടെ വിത്തെറിഞ്ഞ അൻവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ നിന്നിരുന്നു. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശനോടും രാഹുൽ ഗാന്ധിയോടും ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് UDF-ന്റെ പിന്തുണ ഉറപ്പിച്ചാണ് അൻവർ നിന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ നൽകുമെന്നും അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതയ്ക്ക് വഴിമരുന്നിടുന്നതായാണ് കണ്ടത്. മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ പറഞ്ഞതെങ്കിലും ജോയിയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടാനുള്ള അൻവറിന്റെ നീക്കമുണ്ടെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ആര്യാടനെ തന്നെ നിലമ്പൂർ ഏൽപ്പിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ തന്റെ ബദ്ധശത്രുവായ ആര്യാടനെ ഷൗക്കത്ത് താൻ രാജിവെച്ച ഒഴിവിൽ ജയിച്ചു കയറരുതെന്ന ബുദ്ധിയോടെ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് നിർദ്ദേശിച്ച അൻവർ കോൺഗ്രസിനെതിരെ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിക്കാം. എങ്കിൽ കോൺഗ്രസിൽ ഇനിയും കൂട്ടയടി ഉറപ്പാണ്. ഇത് തന്നെയാകും കോൺഗ്രസും UDF-ഉം മുന്നണിയും വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയും. അതേസമയം ഇടതുപക്ഷം തങ്ങളുടെ ശക്തനായ നേതാവ് സ്വരാജിനെയാണ് നിലമ്പൂർ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കോൺഗ്രസിൽ കിട്ടാത്ത സീറ്റിനു വേണ്ടി തമ്മിൽ തല്ലുമ്പോൾ കസേരയിൽ സ്വരാജ് ഇരിക്കുമെന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉറപ്പിക്കാം.